സ്റ്റാഫിനേക്കാളും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇമോഷണലി കൂടുതലും വർക്കൗട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റൊക്കെ എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. പിന്നെ ഫൈറ്റ് കമൽഹാസന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പുള്ളി മനോഹരമായിട്ട് ചെയ്തു. പിന്നെ എയർമാൻ മ്യൂസിക്കിൽ അറിയാം. അപ്പോൾ പുള്ളി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി കമൽഹാസൻ വരുമ്പോഴേ ഒരു എനർജിയാണ്. സിംബു പുള്ളിയുടെ ഒപ്പം പിടിച്ചിട്ടുണ്ട്. കമൽഹാസൻ്റെ ഒപ്പം തന്നെ ഒരു ഇതുമില്ലാണ്ട് പിടിച്ചിട്ടുണ്ട്. ജോർജൊക്കെ വിടലിനൊക്കെ ആര് അഭിനയത്തിൻ്റെ രീതിയിൽ ഒന്നും പറയാനില്ല, കുറ്റമായിട്ട് ഒന്നും പറയാനില്ല. എല്ലാവരും അവരുടെ രീതിയിൽ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. എല്ലാം ഒരു നല്ല പടം അങ്ങനെ പറയാം. എന്തായാലും നമ്മൾ 38 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കമലഹാസൻ മണിരത്നം കോമ്പോയിൽ വന്നിട്ടുള്ള സിനിമയാണ്. ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് തിയേറ്ററിലേക്ക് നമ്മൾ വരുന്നത്. പക്ഷേ ഇന്ത്യൻ 2 പോലെ ഒരു പരാജയപ്പെട്ട സിനിമ ഒന്നും പ്രേക്ഷകരെ നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചു. എന്തായാലും പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിനിമയല്ല തഗ് ലൈഫ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മാസ് ക്ലാസ്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ഡയറക്ഷൻ. അതുപോലെ ക്യാമറ വർക്ക് രവി കെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്രില്യൻ്റ് വർക്കാണ്. അതുപോലെ മ്യൂസിക് ഒരുപാട് നമ്മളായിട്ട് അങ്ങനെയുള്ള ഒരു മ്യൂസിക്കല്ല, വേറൊരു പാറ്റേൺ പിടിച്ചു പോകുന്ന ഒരു പുതുമയുള്ള ഒരു മേക്കിംഗ് രീതിയാണ് എന്തായാലും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റാണെന്നുള്ള സംശയം വിചാരിക്കേണ്ട. ചിമ്പു തമിഴ് ഇൻഡസ്ട്രിയിൽ ഭരിക്കാൻ പോകുന്ന ചിമ്പു ആയിരിക്കും. കാരണം ഒരു ചിമ്പുവിൻ്റെ ഒരു കമ്പാക്കാണ്. അതുപോലെ ജോജു ജോർജ്, മലയാളത്തിൽ നമുക്കിപ്പോൾ ഒരു അഭിമാനമുള്ള ഒരു താരം ജോജു ജോർജാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ജോജു ജോർജിനുള്ള ഇത്രയും വലിയ ആക്ടറൊക്കെ വന്ന് അഭിനയിക്കുമ്പോൾ ഇനിയും വലിയ വലിയ സിനിമകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ. നല്ല രസമുള്ള സിനിമയാണ്. എന്തായാലും നമുക്ക് പ്രേക്ഷകന് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയ അടിപൊളി സിനിമയാണ്. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ സിനിമയെ ഞാൻ പറയുന്നത് അനാവശ്യമായ വിമർശനങ്ങൾ കൊടുത്ത് യൂട്യൂബർമാർ ഈ പറഞ്ഞ പോലെ ട്രോളാതെ ഈ സിനിമയായിട്ട് തന്നെ കണ്ട് ആ പ്രേക്ഷകരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. എനിക്കിഷ്ടപ്പെട്ടു, വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, പ്രേക്ഷകർക്കും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സിനിമയായിട്ട് തന്നെ എൻ്റെ ഫീൽ എനിക്ക് തോന്നിയത്. ഒരു സിനിമയെക്കുറിച്ച് ആധികാരികമായി ഞാൻ പറയുകയാണ്. സിനിമ എന്തായാലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടും. നല്ല മേക്കിംഗ് രീതിയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ അടിപൊളിയാണ്. സൂപ്പർ ക്യാരക്ടർ അനുസരിച്ച് തമിഴ് മൂവിയാണ്, നമുക്കറിയാലോ. പിന്നെ STRഉം കമൽഹാസനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പുള്ളിക്ക് വിചാരിച്ച സ്ക്രീൻ ടൈം കിട്ടിയില്ല. നല്ല സ്കോറാണ്. ടെക്നിക്കൽ അടിപൊളി, ജോജു നന്നായിട്ടുണ്ട്, കമൽഹാസനും അടിപൊളി. പക്ഷേ കമൽഹാസൻ്റെ മുന്നിൽ ചിമ്പു പതറുവാ. അതുപോലെ നമുക്ക് തോന്നുന്നത് എത്ര ഒന്നും കുഴപ്പമില്ല. ബാക്കിയുണ്ട് കമൽഹാസനും ജോജു കിട്ടില്ല ഒന്നും പറയാം കേട്ടോ. വൺ ടൈം വാച്ച് ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. അവസാനത്തെ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടില്ല ഫൈറ്റാണ്. രണ്ടുപേരും കമൽഹാസനും ചിമ്പുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. അവസാനത്തെ ഫൈറ്റ് കിടുന്നതാണ്. ഒരു മൊത്തം നോക്കുമ്പോൾ പരാജയമാണ്. ഞാൻ നായകൻ പ്രതീക്ഷ വന്നതാണ്. നമ്മുടെ കമൽഹാസൻ്റെ പഴയ നായകൻ പടം പ്രതീക്ഷ വന്നതാണ്. പക്ഷേ ആ ഒരു ഇത് കിട്ടുന്നില്ല കേട്ടോ. കമൽഹാസൻ്റെ പെർഫോമൻസ് ഒക്കെ പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജോർജ് ജോർജ് അത് എടുത്ത് പറയാൻ ഉള്ള ഒരു സംഭവമാണ്. പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്യാരക്ടറാണ് സെൻറ്റിമെൻറ്റ്സ് ആക്ഷൻ ഉണ്ട്. ഇത്രയും റിവെഞ്ച് ഫിലിമാണ്. സ്റ്റോറി നല്ലതാണ്, ക്യാരക്ടർ നല്ലതാണ്. എല്ലാം കൊണ്ട് നല്ലൊരു എൻ്റർടൈൻമെൻറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. തമിഴ് അറിയാത്തവർ സബ്ടൈറ്റോടെ കാണും, അല്ലെങ്കിൽ ആ ലാഗോട്ട് പോകും. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്. കമൽഹാസനില്ല, മണിയത്ത് കമൽഹാസൻ ആഫ്റ്റർ നായകൻ്റെ അത്ര തെറ്റില്ല. എന്നാലും സെൻറ്റിമെൻറ്റ്സ് ആക്ഷൻ എല്ലാം ഉണ്ട്. സ്റ്റോറിയുണ്ട്. മണിയത്ത് ഡാൻസ് നല്ലതാണ്. പ്രതീക്ഷയെക്കാട്ട് നന്നായിട്ടുണ്ട്. ജോജു എങ്ങനെ? ജോജു ആരാ? ജോജു തന്നെ ചെയ്തിട്ടുണ്ട്. ജോജു നൈറ്റ് റോളാണ്. കാഞ്ഞിരപ്പള്ളി 10 ദിവസമായിട്ട് ഐസൊലേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. ബാബുരാജുണ്ട്. ഒരുപാട് മലയാളത്തിൽ ഒരു ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ അഭിരാമി, തൃഷ, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ട്രെയിലർ കണ്ട് ഇംഗ്ലീഷ് യൂസൊന്നുമില്ല. വയലൻസ് ആവശ്യത്തിനായിട്ട് ഒരു പക്ക കമൽഹാസൻ പെർഫോമൻസാണ്. തകർത്തുണ്ട്. ചിന്തുവാണെങ്കിൽ നല്ല റോളാണ്. എല്ലാം കൊണ്ടും കോമഡി, സെൻറ്റിമെൻറ്റ്സ് ആക്ഷൻ എന്താണ്. മ്യൂസിക് അത്ര മ്യൂസിക്കില്ല. ബിജിഎമ്മിൽ അടക്കേ ഉള്ളൂ. പക്ഷേ ഡയറക്ഷൻ നോക്കുന്നത് മെയിമായിട്ട് അത്ര ഭയങ്കരമായിട്ടൊന്നുമില്ല. ബിജിഎം അങ്ങനെ പ്രതിദിവസം ബിജിഎം ഒന്നും. പക്ഷേ തമിഴ് അറിയാത്തവർക്ക് ലാഗായി പോകും. തമിഴ് അറിയാത്തവർ സബ്ടൈറ്റോടെ കാണും.